Dear students, welcome to English class. 2 ദിവസമായി ആർട്ടിക്കിൾസ് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് എടുത്തു. 3 ആർട്ടിക്കിൾസ് എ ആൻഡ് ജി. എ എന്ന ഒറ്റ അക്ഷരവാക്കിനും ഏൻ എന്ന 2 അക്ഷരവാക്കിനും അതുപോലെ തന്നെ ദി എന്ന 3 അക്ഷരവാക്കിനും കൊടുക്കുന്ന പേരാണ് ആർട്ടിക്കിൾസ്. എ എൻ എന്ന 2 പദങ്ങൾക്കും അർത്ഥം ഒന്ന് തന്നെ, ഒരു ഒറ്റ ഒന്ന്. ദി അല്ലെങ്കിൽ ദ എന്നൊക്കെ ഉച്ചരിക്കുമ്പോൾ അതിന് ഊന്നൽ കൊടുത്ത് പറയാൻ ഉപയോഗിക്കുന്നു, പ്രാധാന്യം കൊടുക്കാൻ ഉപയോഗിക്കുന്നു. ഇത് 2 ദിവസമായിട്ട് നയമായിട്ട് നമ്മൾ പഠിച്ചു. അത് നമുക്ക് ഇതിലൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾ 1 by 1 ആയിട്ട് എഴുതിയെടുക്കുക. എഴുതിയെടുത്ത് ഞാൻ റെഫർ ചെയ്ത് തരാം. ഇന്നത്തെ ക്ലാസ് ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് വിടുന്നു. വൈകുന്നേരം ക്ലാസ് കിട്ടിയാൽ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് ആകെ ഒരു 5 മിനിറ്റ് വർക്കുള്ളൂ. ആ ഫില്ല് ചെയ്യേണ്ട രീതി മാഷ് പറഞ്ഞു തരും. അതുകൊണ്ട് ഇപ്പോഴും ഫില്ല് ചെയ്ത് കാണിക്കില്ല. പക്ഷെ എന്താണ് ഏതാണ് തെറ്റാണ് ഇടയുള്ളതെന്ന് സൂചിപ്പിച്ചു തരും. അതുകൊണ്ട് നാളെ ഫില്ല് ചെയ്ത് 8, 9, 10 ക്ലാസ്സുകാർ ശശിമാഷ ഫോണിലേക്ക് അയക്കുക. ഓക്കെ, fill up the blanks or fill up the sentences with the suitable articles. അപ്പോൾ നമുക്കറിയാം 3 ആർട്ടിക്കിളേ ഉള്ളൂ, എയും എനും ബിയും. ഈ 3 ആർട്ടിക്കിൾ ഏതെങ്കിലും ഒന്നായിരിക്കും. ആ ഒന്ന് വരാൻ എന്തെങ്കിലും കാരണവും ഉണ്ടാകും. ഒരു കാര്യത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും. നോക്കൂ, ഒന്നാമത്തെ ഐ ആം ഡാഷ് ഇന്ത്യൻ. ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഒരു ഇന്ത്യക്കാരനാണ്. ഇപ്പോൾ ഒരു എന്നതിന് എയും ഡേനുണ്ട്. ഇവിടെ എ വേണോ ആൻ വേണോ, ഇതാണ് ചോദ്യം. ഐ ആം എ ഇന്ത്യൻ എന്നാണോ, ഐ ആം ആൻ ഇന്ത്യൻ എന്നാണോ? അപ്പൊ ഈ വാക്ക് നോക്കും നമ്മൾ. ഇന്ത്യൻ എന്ന നാമപദം ഐ എന്ന വവ്വൽ അക്ഷരത്തിൽ, സ്വര അക്ഷരത്തിൽ ആരംഭിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചു എ ഇ ഐ ഒ ഉ. എ ഇ ഐ ഒ ഉ ഈ സ്വരശബ്ദങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന വാക്കാണെങ്കിൽ, നൗൺ ആണെങ്കിൽ അതിന്റെ മുന്നിൽ ആരെ കൊടുക്കണം? ആൻ. യെസ്, then I am an Indian. Why it is an? Because the following word is Indian. It's I. It's a vowel. ഇന്ത്യൻ എന്ന വാക്ക് ഐയിൽ തുടങ്ങുന്നു. ഐ ഒരു വവ്വലാണ്. അതുകൊണ്ട് വവ്വൽ എന്ന ആ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന നാമത്തിന് മുന്നിൽ ചേർക്കുന്ന ഒരു അർത്ഥം കിട്ടുന്ന വാക്ക് എങ്ങനെയിരിക്കണം? ഏനായിരിക്കണം. ഐ ആം ആൻ ഇന്ത്യൻ. ഓക്കെ, രണ്ടാമത്തത് ഇറ്റ് വാസ് എ ഹോളിഡേ. അറിയാതെ പറഞ്ഞു തരാം. ഇറ്റ് വാസ് എ ഹോളിഡേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹോളിഡേ? രണ്ടാമത്തത് ഇറ്റ് വാസ് ഡാഷ് ഹോളിഡേ. ഹോളിഡേ എച്ച് ഹകാരമാണ്, വ്യഞ്ജനമാണ്. അതുകൊണ്ട് ഇറ്റ് വാസ് എ ഹോളിഡേ. അതൊരു ഒഴിവ് ദിവസമായിരുന്നു. ഒന്ന്, ഐ ആം ആൻ ഇന്ത്യൻ, ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. രണ്ടാമത്തത് ഇറ്റ് വാസ് ഡാഷ് ഹോളിഡേ. ഇറ്റ് വാസ് എ ഹോളിഡേ, അതൊരു ഒഴിവ് ദിവസമായിരുന്നു. മൂന്നാമത്തത് രഞ്ജിത്ത് ഈസ് ഡാഷ് എഞ്ചിനീയർ. രഞ്ജിത്ത് ഒരു എഞ്ചിനീയർ ആണ്. എഞ്ചിനീയർ എന്നുള്ള വാക്ക് അവിടെ നോക്കേണ്ടത്. സോ ഇറ്റ് ബിഗിൻസ് വിത്ത് ഇ. ഇ ഈസ് എ വവൽ. സോ ദ ആർട്ടിക്കിൾ ഈസ് ആൻ എഞ്ചിനീയർ. രഞ്ജിത്ത് ഈസ് ആൻ എഞ്ചിനീയർ. രഞ്ജിത്ത് ഒരു എഞ്ചിനീയർ ആണ്. an engine, a holiday, an engineer. നാലാമത്തത്
Delhi is dash capital of India. ഡൽഹി ഇന്ത്യയുടെ ഒരു തലസ്ഥാനമാണെന്ന് പറയണമെങ്കിൽ പല തലസ്ഥാനമാണ്. അപ്പോൾ ഒരു അല്ല എന്ന് ഉറപ്പായ പിന്നെന്ത് കൊടുത്താൽ മതി? ആ അർത്ഥത്തിൽ എടുത്താൽ ഇന്ത്യ കൊടുത്താലേ ഉള്ളൂ. പക്ഷെ ഇന്ത്യ കൊടുക്കാൻ കാരണം എന്താണ്? ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഊന്നിപ്പറയലാണ്, തലസ്ഥാനത്തിന് കൊടുക്കാൻ വേണ്ടി പറയലാണ്, എംഫസൈസ് ചെയ്യലാണ്. അപ്പോഴെന്താണ്? ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. I am an Indian. It was a holiday. Ranjit is an engineer. Delhi is the capital of India. 5. Yesterday, ഇന്നലെ, ഇത് SSLC പരീക്ഷയിൽ ചോദിച്ചതാണ്. യെസ്റ്റർഡേ, ഇന്നലെ എന്ന വാക്കുകൊണ്ട്, അതുകൊണ്ട് ഐ സോ എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. കൊടുത്തിട്ട് ഇതും കൂടി. യെസ്റ്റർഡേ ഐ സോ ഡാഷ് ഓൾഡ് മാൻ. ഇന്നലെ ഞാനൊരു വൃദ്ധനെ കണ്ടു. ഐ സോ old man. Old, O begins with the O. Old man. So yesterday I saw an old man. ഇന്നലെ ഞാൻ ഒരു വൃദ്ധനെ കണ്ടു. ആ വൃദ്ധനെ പറ്റി വീണ്ടും പറയാണ്, വീണ്ടും ആ മനുഷ്യനെ തെറ്റി പറയാണ്. A man was tired എന്നാണോ? അല്ല, the man was tired. അതുകൊണ്ട് മാഷത്തിന്റെ 6ാമത്തെ അക്കം വായിക്കുന്നത് കണ്ടോ? ആ മനുഷ്യനെ പറ്റിയ വാർത്ത കണ്ടോ? Yesterday I saw an old man. അവിടെ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നു, ദി മാൻ വാസ് ടയർഡ്. അപ്പോഴേ ഇവിടെ ദിയുടെ അർത്ഥം എന്താണ്? ആ മനുഷ്യൻ, ഇന്നലെ കണ്ട മനുഷ്യൻ, അതേ മനുഷ്യൻ, അതാണ് ദിയുടെ അർത്ഥം. അയാൾ, ആ ആൾ, അത് തന്നെ, ആ മനുഷ്യൻ തന്നെയാണ്. Yesterday I saw an old man. The man was tired. ആ മനുഷ്യനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഊന്നി പറയാണ്. അടുത്തത്, she then took apple, Sonu took orange. ഇപ്പൊ 2-3 കുട്ടികൾ ഓരോരോ പഴം എടുക്കുകയാണ്. നോക്കൂ, she then took a apple ആണോ? അല്ല, 2 സ്വരങ്ങൾ അങ്ങനെ വരില്ല, ഉച്ചരിക്കാൻ വിഷമാണ്. അതുകൊണ്ട് അതിനെ സത്യത്തിൽ എന്തിനാ ഞാൻ കൊടുക്കുന്നത്? എ എന്നും ആപ്പിൾ എന്ന് ഉച്ചരിക്കാനുള്ള വിഷമം തീർക്കാൻ വേണ്ടിയാണ് ആൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ എൻ എന്ന അക്ഷരം അവിടെ നടപ്പാലമായിട്ട് അവിടെ കൂട്ടിക്കെടുത്തിട്ടുണ്ട്. ആൻ ആപ്പിൾ എത്ര എളുപ്പത്തിൽ പറയാം. എ ആപ്പിൾ എന്ന് പറയുന്നത് എന്തോ ഒരു വിഷമാണ്. ആ വിഷമം ഉച്ചാരണ വൈഷമ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എ എന്നതിന് പകരം എന്താക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. She took an apple. An apple. Sonu took window orange one. Sonu took an orange. സോനു ഒരു ഓറഞ്ച് എടുത്തു, ശീതൽ ഒരു ആപ്പിൾ എടുത്തു, സോനു ഒരു ഓറഞ്ച് എടുത്തു. ഐ വോണ്ട്, ഇവിടെ എനിക്കൊരു നേന്ത്രപ്പഴം മതി. ഐ വോണ്ട് എ ബനാന. ആപ്പിളിൽ എ വന്നു, അതുകൊണ്ട് ആൻ. ഓറഞ്ചിൽ ഓ വന്നു, അതുകൊണ്ട് ആൻ. പക്ഷെ ബനാനയിൽ വ്യഞ്ജനമായി ബി വന്നു, അതുകൊണ്ട് എ. ഐ വോണ്ട് എ ബനാന. എനിക്കൊരു നേന്ത്രപ്പഴമാണ് വേണ്ടത്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എനർജൈസിങ് ഫ്രൂട്ട്. ഇറ്റ്സ്, അതുകൊണ്ട് 10 മാസം എടുത്തു തരുന്നു. അതിനെപ്പറ്റി അതിന്റെ തുടർച്ചയാണ് പറയുന്നത്. ഇറ്റ്സ്, അതൊരു ഊർജം പകരുന്ന ഭക്ഷണമാണ്. മറ്റവർക്ക് ഊർജം വരുന്നില്ലെന്ന് വയ്ക്കും. എന്നാൽ ബനാനയിലാണ് എനർജൈസിങ് കപ്പാസിറ്റി കൂടുതലുള്ളത്, പ്രോട്ടീൻസ് കൂടുതലുള്ളത്. അപ്പോഴ ഇറ്റ് ഈസ് ആൻ എനർജൈസിങ് ഫ്രൂട്ട്. കേടാ, ഈ കൊണ്ട് തുടങ്ങി. എനിക്കിപ്പം ഫ്രൂട്ടിന്റെ പേരോ ഇതൊന്നും നമുക്ക് ബാധകം. നമുക്ക് തരുന്ന വാക്ക് യോജിപ്പിച്ചെടുക്കലാണ്. ഇറ്റ്സ് ആൻ എനർജൈസിങ് ഫ്രൂട്ട്. എനർജി ഈ ആണ്, അതുകൊണ്ട് ആൻ എനർജൈസിങ് ഫ്രൂട്ട്. അതൊരു ഊർജപ്രധാനിയായ ഫ്രൂട്ടാണ്. നോക്കൂ, അപ്പോഴ് എന്തൊക്കെ വന്നു? ഐ ആം ആൻ ഇന്ത്യൻ. ഇറ്റ് വാസ് എ ഹോളിഡേ. രഞ്ജിത്ത് ഈസ് ആൻ എഞ്ചിനീയർ. ശീതൽ ഈസ് Delhi is the capital of India. Yesterday I saw an old man. The old man എന്ന് വരില്ല. അങ്ങനെ ഊന്നി പറയണമെങ്കിൽ ദി ഓൾഡ് മാൻ, ഓൾഡിന് രണ്ടാമത് ആവർത്തിക്കേണ്ട കാര്യമില്ല വിശേഷണത്തിന്. അണ്ണാണ് ദ മാൻ എന്ന് കൊടുത്തത്. ദ ഓൾഡ് മാൻ വാസ് ടയേർഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഓൾഡിന് മുന്നിൽ ദീർഘം ഊന്നി പറയണേ കൊടുക്കാം, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതിനേക്കാളും ഫലവത്തായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്റ്റർഡേ ഐ സാ ആൻ ഓൾഡ് മാൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് പറഞ്ഞത്, ഇങ്ങനത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. യെസ്റ്റർഡേ ഐ സാ ആൻ ഓൾഡ് മാൻ. ദ മാൻ വാസ് ടയേർഡ്. ആ മനുഷ്യൻ വളരെ ക്ഷീണിതനായിരുന്നു. She took an apple.
Sonu took an orange. I want a banana. It's an energizing fruit. It's an energizing fruit. അതൊരു എനർജൈസിങ് ഫ്രൂട്ട് ആണ്. ഇനി അടുത്തത് ഡാഷ് സൺ റൈസസ് ഡാഷ് ഈസ്റ്റ്. പരീക്ഷയിൽ ചോദിച്ചാണ്, PSC പരീക്ഷയിൽ ചോദിച്ചാണ്. കാരണം എന്താണ്, എ സൺ എന്ന് പറയുന്നത് ഒരുപാട് സണ്ണില്ല, എ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഈസ്റ്റുമില്ല. അപ്പോഴെന്തേ കൊടുക്കാനുള്ളൂ, ആ അർത്ഥത്തിൽ എടുത്താലും. മാത്രമല്ല സൂര്യൻ ഒന്നേ ഉള്ളൂ, ഭൂമി ഒന്നേ ഉള്ളൂ, ആ അർത്ഥത്തിൽ എടുത്താലും മാറ്റിക്കൃതി. കണ്ടല്ലോ, ഒരു സൂര്യനിൽ അല്ല, കാരണം ഒരു സൂര്യനേ ഉള്ളൂ. ഒരു ഭൂമി അല്ല, കാരണം ഒരു ഭൂമിയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഈസ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് ഒരു എന്നുള്ള പേരില്ല. പിന്നെ എന്താ പറയുള്ളൂ, ദി. ഇനി ഇതി വരുന്നതിന് കണ്ടാൽ കാരണമുണ്ട്. കാരണം ദ സൺ, സൂര്യൻ, റൈസസ്. ഇവിടെ ഈസ്റ്റിന് ഊന്നൽ കൊടുക്കാണ്. ഇൻ ദി ഈസ്റ്റ്, കിഴക്ക് തന്നെയാണ്. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. പരീക്ഷയ്ക്ക് PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 12ാമത്തത് ഡാഷ് മൂൺ ഈസ് എ സാറ്റലൈറ്റ്. മൂണൊന്നേ ഉള്ളൂ, എ മൂൺ എന്ന് പറയാൻ പറ്റില്ല. ദ മൂൺ ഈസ് എ സാറ്റലൈറ്റ്. ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്, ഭൂമിയുടെ സാറ്റലൈറ്റ് ആണത്. ദ മൂൺ ഈസ് എ സാറ്റലൈറ്റ്. അടുത്തത് 12ാമത്തെ നോക്കൂ. വി ലിവ് ഓൺ, ഭൂമി ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഓണേ എർത്ത് അല്ല, ഒരു ഭൂമിയിലല്ല, ഒരു ഭൂമിയുള്ളൂ. വി ലിവ് ഓൺ ദ എർത്ത്. വി ലിവ് ഓൺ ദ എർത്ത്. ദ എർത്ത്. അവിടെ ഈ വന്നതിനെ കൊണ്ട് ഓണേനെ അർത്ഥമൊന്നും എഴുതിപ്പോകരുത്. എർത്ത് ഈ അല്ലേ, ഈന് മുന്നിൽ ഏനല്ലേ എന്ന നല്ല ചോദ്യം. അവിടെ നിയമം മാറുന്നു. എർത്ത് ഒന്നേ ഉള്ളൂ, ആ ഒന്നുള്ളതിന് മുന്നിൽ ആർട്ടിക്കൽ മാത്രമേ പറ്റുള്ളൂ. വി ലിവ് ഓൺ ദ എർത്ത്. ആൻഡ് can you see dash star dash sky. ഇത് പരീക്ഷയ്ക്ക് വെച്ചാണ്, PSC പരീക്ഷയ്ക്ക്. Can you see, ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, അതുകൊണ്ട് a star. നിങ്ങൾക്ക് അവിടെ ഒരു നക്ഷത്രത്തെ കാണാൻ കഴിയുന്നുണ്ടോ? In the sky. സ്കൈ ഒന്നേ ഉള്ളൂ, ഒറ്റ സങ്കല്പമായിട്ടാണ്, ആകാശങ്ങളില്ല. അതുകൊണ്ട് ഇൻ ദ സ്കൈ. എവിടെ ഊന്നൽ കൊടുക്കേണ്ട? ആകാശത്തിൽ ഊന്നി പറയണം. ആകാശത്തിൽ ഒരു നക്ഷത്രമെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ക്യാൻ യു സീ എ സ്റ്റാർ ഇൻ ദ സ്കൈ? ക്യാൻ യു സീ എ സ്റ്റാർ ഇൻ ദ സ്കൈ? അടുത്തത് ഹി ഈസ് ഡാഷ് ഓണറബിൾ മാൻ. അദ്ദേഹം ബഹുമാന്യനായ വ്യക്തിയാണ്. പക്ഷെ ഇതിൽ പറഞ്ഞു എവിടെ H സൈലന്റ് വരുന്നു, H സൈലന്റായി ഉച്ചരിക്കണമോ? ഓണസ്റ്റ്, ഓണറബിൾ, അവർ. HOUR, അതാണ് വാക്കുകൾ. ഓണസ്റ്റ്, ഓണറബിൾ, അവർ. ഇവിടെ ഓണറബിൾ ആണ് എടുത്തത്. കണ്ടോ, ഈസ് an honorable man. ഈസ് an honorable man. അദ്ദേഹം ആദരണീയനായ വ്യക്തിയാണ്. ഷീസ് ഡാഷ് യൂണിയൻ മെമ്പർ. നോക്കൂ, യു സ്വരമാണ്, പറഞ്ഞ കാര്യമല്ല. എന്താണ്? ഈ അകാരമാണ്. അതുകൊണ്ട് എങ്ങനെ കൊടുക്കണം? ഷീസ് എ യൂണിയൻ മെമ്പർ. ഷീസ് ആൻ യൂണിയൻ മെമ്പർ എന്ന് എഴുതി പോകരുത്. ഷീസ് എ യൂണിയൻ മെമ്പർ. ഷീസ് എ യൂണിയൻ മെമ്പർ. ചില അവസരത്തിൽ എന്ത് ശരിക്കും ഷീസ് ദ യൂണിയൻ മെമ്പർ. യൂണിയൻ മെമ്പർമാരിൽ നിന്ന് ഒരാളെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഊന്നൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് പറയാം? ഷീസ് ദ യൂണിയൻ മെമ്പർ. അവരാണ് യൂണിയൻ മെമ്പർ എന്ന്. അപ്പൊ അവിടെ എ വന്നാലും ശരിയാണ്, ദി വന്നാലും ശരിയാണ്. He is an honorable man. She is a union member. ശരിയാണ്. She is the union member. അത് എഴുതിയാലും ശരിയാണ്. ആ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് വരുന്നത്. റിൻകിൻ ഒരു പട്ടിയുടെ പേരാണ്. റിൻകിൻ ഈസ്, നോക്കൂ, വൺ ഐഡ് ഡോഗ്. ഒറ്റ കണ്ണുള്ള പട്ടി. ഒറ്റ കണ്ണുള്ള, വൺ ഐഡ്. പക്ഷെ ഇവിടെ എന്താ? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. റിൻകിൻ ഈസ്, വൺ എന്ന് തുടങ്ങുന്നത് ഓയിലല്ലേ? ഇത് സംശയം വരും. പക്ഷെ ഓയിൽ തുടങ്ങുന്നു, പക്ഷെ വകാരമാണ്. യുൽ തുടങ്ങുന്നു, പക്ഷേ ഉകാരമല്ല, യകാരമാണ്. അതുകൊണ്ട് അക്ഷമിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിച്ചോളാം. വൺ എന്നും ONE എന്നും WANT വാണ്ട് എന്നും അല്ലെങ്കിൽ വിന്നർ എന്നും എ വിന്നർ. കണ്ട, ഹീസ് എ വിന്നർ, ഹീസ് ദ വിന്നർ. അതുപോലെ തന്നെ നോക്കൂ, റിൻകിൻ ഈസ് എ, അതാണ് കൊടുക്കേണ്ടത്. റിൻകിൻ ഈസ് എ വൺ-ഐഡ് ഡോഗ്. അവൻ ഒറ്റ കണ്ണുള്ള പട്ടിയാണ്. എന്തുകൊണ്ടാണ്? ഓയാണെങ്കിൽ പോലും അതിന് വാ എന്ന ശബ്ദമാണ് വന്നത്. ഓയാണെങ്കിൽ പോലും അതിന് വകാരമാണ് വന്നത്. ഈവൻ ദോ ONE ഓ ഈസ് എ വൗവൽ, ഇറ്റ് റെപ്രസെന്റ്സ്, ഇറ്റ് പ്രൊനൗൺസസ് ആസ് വാ, വൺ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ വൺ-ഐഡ് ഡോഗ്. ലാസ്റ്റ്
ഇറ്റ്സ് എ ഡാഷ് വണ്ടർഫുൾ ഫീസ്റ്റ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫീസ്റ്റ്. അത് ഞാൻ ഉച്ചാരണം കണക്കാക്കാൻ വേണ്ടി കണ്ടോ. വൺ എന്ന് ONE പറഞ്ഞപ്പോഴും വണ്ടർ എന്ന് W പറഞ്ഞപ്പോഴും വകാരമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫീസ്റ്റ്. ഒന്നുകൂടി പറയുന്നു, ഇത് നിങ്ങൾ പകർത്തി എഴുതുക, എന്നിട്ട് നോട്ടിലേക്ക് ആക്കുക, അത് എനിക്ക് ഫില്ല് ചെയ്ത് അയച്ചു തരിക. ഓക്കെ, fill up the sentences with the suitable articles. പഠിച്ചതാണ് AND. ഏയുടെ പ്രയോഗം പഠിച്ചു. എന്താണ്? സ്വരാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ ഏനും വ്യഞ്ജന അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെ മുന്നിൽ ഏയും ഊന്നി പറയാൻ ഊന്നൽ കൊടുക്കാൻ ദിയും, അതേപോലെ തന്നെ മറ്റു ചില വ്യതിയാനങ്ങളും. അത് വെച്ച് ഇത് നമ്മൾ ഒരു 10-15 എക്സാമ്പിൾ ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ. നോക്കൂ, ഐ ആം പഠിച്ചു. ഇന്ത്യന് ഐ ആയതുകൊണ്ട് ആൻ ഇന്ത്യൻ. ഇറ്റ് വാസ് ഹോളിഡേ. ഹ ആയതുകൊണ്ട് H ആയതുകൊണ്ട് എ ഹോളിഡേ. രഞ്ജിത്ത് ഈസ് എഞ്ചിനീയർ. ഇ ആയതുകൊണ്ട് എൻ എഞ്ചിനീയർ. ഡൽഹി ഈസ് ക്യാപിറ്റൽ എന്ന വാക്കിന് സി നോക്കിയിട്ടല്ല, ഡൽഹി ഈസ് എ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ പാടില്ലാത്തത് കൊണ്ട്, ഒരു ക്യാപിറ്റൽ ഉള്ളൂ എന്നതുകൊണ്ട് ഊന്നി പറയേണ്ടത് കൊണ്ട് ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. യെസ്റ്റർഡേ ഇന്നലെ ഐസോ ഓൾഡ് മാൻ ഓയിൽ തുടങ്ങുന്നത് കൊണ്ട് ആൻ ഓൾഡ് മാൻ. ആ മനുഷ്യനെ പറ്റി ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ഊന്നി പറയുന്നത് കൊണ്ട് ദ മാൻ വാസ് ടയേർഡ്. ഷീല ടുക്ക് ആപ്പിൾ എ തുടങ്ങുന്നത് കൊണ്ട് ആൻ ആപ്പിൾ. സോനു ടുക്ക് ഓറഞ്ച് ഓയിൽ തുടങ്ങുന്നത് കൊണ്ട് ആൻ ഓറഞ്ച്. ഐ വോണ്ട് ബി തുടങ്ങുന്നത് കൊണ്ട് എ ബനാന. എന്തുകൊണ്ടെന്നാൽ ഇറ്റ്സ് എനർജൈസിംഗിൽ ഈ തുടങ്ങുന്നത് കൊണ്ട് ഇറ്റ്സ് ആൻ എനർജൈസിംഗ് ഫ്രൂട്ട്. ദെൻ dash rises in the east. The sun rises in the east. The sun rises in the east. അതുപോലെ തന്നെ മൂൺ ഒന്നേ ഉള്ളൂ. The moon is a satellite. വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം ഒരു ഇത് തന്നിട്ട്. The moon is dash satellite. The moon is a satellite. The moon is a satellite. Yes. The moon is the moon is a satellite. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് തരുന്ന മെത്തേഡ്. ആ മെത്തേഡാണ് കണ്ടുവെക്കുന്നത്. കാരണം മൂൺ ഒന്നേ ഉള്ളൂ. സാറ്റലൈറ്റ് എസ് തുടങ്ങുന്നു. ഒരുപാട് സാറ്റലൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് മൂണൊരു ഉപഗ്രഹമാണ്. ചന്ദ്രനൊരു ഉപഗ്രഹമാണ്. വി ലിവ് ഓൺ ദ എർത്ത്. ഭൂമി ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഓൺ ദി എർത്ത്. Can you see? ഒരുപാട് സ്റ്റാർ ഉണ്ട്, അതുകൊണ്ട് എ സ്റ്റാർ. ആകാശം ഒന്നേ ഉള്ളൂ, ഒന്നിൽ കൊടുത്ത് പറയുന്നു ഇൻ ദ സ്കൈ. Can you see? A star in the sky is dash honorable man. H silent ആണ്. Honorable. He is an honorable man. She is a union member. അവരൊരു യൂണിയൻ അംഗമാണ്. And Rintin is a one-eyed dog. Rintin is a one-eyed dog. It's a wonderful feast. അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. പറഞ്ഞു തന്ന നയപ്രകാരം ഞാൻ വീണ്ടും റെഫർ ചെയ്തു തന്നു. ഇത് നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഏത് ക്ലാസ്സിലാണെങ്കിൽ 8ആണെങ്കിൽ 9ആവട്ടെ 10ആവട്ടെ അടുത്ത പരീക്ഷയ്ക്ക് ഇതിന്ന് മാഷ് ചോദ്യം എന്തായാലും ഒരു 3 മാർക്കിന്റെ അല്ലെങ്കിൽ 4 മാർക്കിന്റെ ആർട്ടിക്കിൾ, പ്രത്യേകിച്ചും 9th ഈ ആഴ്ച നടക്കുന്ന പരീക്ഷയ്ക്കിടും, അടുത്ത ആഴ്ച 10th നടത്തുന്ന പരീക്ഷയ്ക്കിടും, അതിന്റെ അടുത്ത ആഴ്ച 8th നടത്തുന്ന പരീക്ഷയ്ക്കിടും. അതുകൊണ്ട് ആർട്ടിക്കിൾസ് നന്നായിട്ട് പഠിച്ചു വെക്കാം. യെസ്, താങ്ക് യു.